മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നടനാണ് ആസിഫ് അലി. ശ്യാമപ്രസാദ് എന്ന കഴിവുറ്റ സംവിധായകന്റെ ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ ആസിഫ് യാതൊരു സിനിമാ പാരമ്പര്യവും കൂടാതെയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. തുടക്കത്തിൽ അഭിനയത്തിന്റെ പേരിൽ ഒട്ടേറെ വിമർശനങ്ങൾ ആസിഫ് അലി നേരിട്ടിരുന്നു. പിന്നീട് ഒരു കാലത്ത് താരത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരുന്നു വിമർശനം നേരിട്ട മറ്റൊരു കാര്യം. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആസിഫ് അലി എന്ന നടൻ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം പടുത്തുയർത്തിയത്. അടുത്ത കാലത്തിറങ്ങിയ ആസിഫ് അലിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ വാണിജ്യ വിജയമായിരുന്നു എന്ന് മാത്രമല്ല, താരത്തിന്റെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കിഷ്കിന്ധാകാന്ഡം, അഡിയോസ് അമിഗോ എന്നീ ചിത്രങ്ങളും രേഖാചിത്രവും ഒക്കെ ഇത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. ഇപ്പോഴിതാ സിനിമയിൽ വന്ന ശേഷമുള്ള ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആസിഫ്. ചിലപ്പോഴൊക്കെ തന്റെ പെരുമാറ്റവും സ്വഭാവവും കാരണം പിന്നീട് സൂപ്പർ ഹിറ്റായ ചിത്രങ്ങൾ പോലും നഷ്ടമായി എന്നാണ് ആസിഫ് അലി പറയുന്നത്. ഫോട്ടോ എടുക്കാൻ വന്നയാളോട് ദേഷ്യപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്ന് ആസിഫ് അലി തുറന്നു പറയുന്നു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആസിഫ് അലി വെളിപ്പെടുത്തിയത്. ആസിഫ് അലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ അടുത്തേക്ക് എത്തേണ്ട ചില സിനിമകൾ സ്വഭാവത്തിന്റെ പ്രശ്നം കാരണം നഷ്ടമായിട്ടുണ്ട്. ഫോൺ എടുക്കാത്ത സ്വഭാവമായിരുന്നു അത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ചിലർ പറയാറുണ്ട്, ഈ പടം ആസിഫിനെ വെച്ച് ചെയ്യാനിരുന്നതാണ് എന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഞാനായിട്ട് ഒരു സിനിമ തീരുമാനിച്ചു ചെയ്താൽ അത് മോശമായാലും എനിക്ക് വിഷമമില്ല. എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ അത്. ഞാൻ എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചിലപ്പോഴൊക്കെ ഇപ്പോഴത്തെ ഒരു ഇമേജ് എനിക്ക് ബാധ്യത ആവാറുണ്ട്. നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന ആളുകളോടാണ് കൂടുതൽ സംസാരിക്കുക. എപ്പോഴും എല്ലാവരോടും അങ്ങനെ വേണമെന്നില്ലല്ലോ. സാഹചര്യം നോക്കാതെ പെരുമാറുന്ന ചില ആളുകളോടൊക്കെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വരിക, അവരുടെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുക. ഈ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട്. മോശമായിട്ടല്ലെങ്കിലും ചിലപ്പോഴൊക്കെ പ്രതികരിക്കേണ്ടി വരാറുമുണ്ട്. ആസിഫ് അലിയുടെ പുതിയ ചിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ മറ്റൊരു പ്രധാന ആളുകൂടിയുണ്ട്. എഡിറ്റർ എന്ന നിലയിൽ തുടങ്ങിയ ജീവിതം അമൽ ഡേവിസിന്റെ ആഹ്ലാദങ്ങൾക്കുമീതെ വന്നുചേർന്ന മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം സംഗീത് പ്രതാപ് എന്ന ചെറുപ്പക്കാരന്റെ നേട്ടങ്ങളെ ലളിതമായി ഇങ്ങനെ പറയാം. ആ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. കുറഞ്ഞ സിനിമകളിലൂടെ തന്നെ മലയാളികൾക്ക് പരിചിതനായ സംഗീത് പ്രതാപ് ഇത്തവണ സിനിമ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നത് എഡിറ്ററായിട്ടാണ്. ആസിഫ് അലിയെ നായകനാക്കി താമർ സംവിധാനം ചെയ്യുന്ന സർക്കിട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സംഗീത് പ്രതാപ് എഡിറ്ററായി എത്തുന്നത്. മെയ് 8-ന് തിയേറ്റർ റിലീസിനായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകളും പാട്ടുകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട്. സംഗീതന് കേരളത്തിന് പുറത്തും വലിയ ശ്രദ്ധ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലു. ചിത്രത്തിൽ സംഗീത് ചെയ്ത അമൽ ഡേവിസ് സൃഷ്ടിച്ച ചിരിയോളത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റൊരു കഥാപാത്രം ചെയ്തു ഫലിപ്പിക്കുക എന്ന വെല്ലുവിളിക്ക് മറുപടിയായാണ് റൊമാൻസിലെ ഹരഹരസുതനായും സംഗീത് മലയാളികൾക്കിടയിലേക്ക് വീണ്ടും എത്തിയത്. ദീർഘകാലം മലയാള സിനിമയിൽ ഛായാഗ്രഹണ സഹായിയായിരുന്ന പ്രതാപ് കുമാറിന്റെ മകനായ സംഗീത് എഡിറ്റർ ഷമീർ മുഹമ്മദിന്റെ അസോസിയേറ്റായി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ചിത്രത്തിലൂടെയാണ് എഡിറ്ററായി സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയുടെ എഡിറ്റിംഗ് കർമ്മം നിർവഹിച്ച സംഗീത് പ്രതാപ് 2024 വർഷത്തെ മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട്.